ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഡിവോഴ്സിന് ശേഷം രാജീവിന്റെയും ഹേമയുടെയും ഒപ്പം തിരുവനന്തപുരത്ത് താമസിക്കുന്ന നിധി സുധീഷിനോട് കൂടുതൽ അടുക്കുകയാണ്. നിധിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവുമായി സുധീഷ് നിധിയെ കാണാൻ ചെല്ലുകയും രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ മെസ്സേജ് അയക്കുകയൊക്കെയാണ് അവർ. തുടർന്ന് രാവിലെ നിധിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറിയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ച് നികേഷിനോട് നിധിക്ക് അത് കൊണ്ടു കൊടുക്കാനായി ആവശ്യപ്പെടുകയാണ് സുഭാഷ്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ പോകാം. ഇത് കേട്ട് നികേഷ് ചോദിക്കണ, എപ്പോഴും സുധീഷ് ഏട്ടാണോ പോകുന്നത്? എനിക്ക് ഏട്ടത്തിയെ കാണണ്ടേ, ഞാൻ പോകാം. അപ്പൊ സുഭാഷ് പറയണ, നികേഷ് പോട്ടെടാ സുധീഷ്, നീ എപ്പോഴും പോയാൽ ശരിയാകില്ല. ഇത് കേട്ട് ഹരീഷ് പറയണ, അതെ സുധീഷ് ഏട്ടാ, കുറച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാ. ഏട്ടത്തി സുധീഷ് ഏട്ടനെ മിസ് ചെയ്യണം, അതിന് ഗ്യാപ്പ് കൊടുക്കാതെ എപ്പോഴും ചെന്നാൽ ശരിയാകില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, എടാ ഹരീഷ്, നിനക്ക് ഇതൊക്കെ അറിയാടാ? അപ്പൊ നികേഷ് പറയണ, ഹരീഷ് ഏട്ടനും പ്രണയിക്കുന്നില്ലേ? അപ്പൊ സുധീഷ് പറയണ, ശരി ഞാൻ പോകുന്നില്ല, നികേഷ് നീ തന്നെ പോയിട്ട് വാ. നിധിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും പലഹാരങ്ങളും എല്ലാം ഒരു സഞ്ചിയിലേക്ക് എടുത്തു വെച്ച് നികേഷിന്റെ കയ്യിലേക്ക് കൊടുത്തോണ്ട് സുഭാഷ് പറയുന്നു, നീ ഒരു വണ്ടി പിടിച്ച് പോയാ മതി, സൂക്ഷിച്ചു പോയിട്ട് വാന്ന് പറഞ്ഞ് നികേഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് സുഭാഷ്. തുടർന്ന് നിധി ഡൈനിങ് ടേബിളിന്റെ അരികിലിരുന്ന് തന്റെ ജോലികൾ ചെയ്യുകയാണ്. ഫ്രണ്ടിലത്തെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വരുന്ന രാജീവും ഹേമയും നിധിയെ ശ്രദ്ധിക്കുന്നു. നിധി അവരെ ശ്രദ്ധിക്കുന്നതേയില്ല. ഹേമ പറയാണ്, കണ്ടില്ലേ, നമ്മള് കഥക് തുറന്ന് അകത്ത് കയറി വന്നതുപോലും അറിയാതെ ജോലി ചെയ്തോണ്ടിരിക്കുന്നേ. നമ്മൾ കീ എടുത്തോണ്ട് പോയില്ലായിരുന്നെങ്കിൽ റോഡിൽ നിൽക്കേണ്ടി വന്നേനെ. നിധി എന്ന് വിളിച്ച് ഹേമ അരികിലേക്ക് വരുമ്പോൾ ഞെട്ടി അവിടെ എഴുന്നേൽക്കുകയാണ് നിധി. ഹേമ ചോദിക്കുന്നു, എന്താടി അമ്മയെ കണ്ട് ഇങ്ങനെ പേടിക്കുന്നത്? അപ്പൊ നിധി പറയണ, അമ്മ പെട്ടെന്ന് വന്ന് മുന്നിൽ നിന്നാൽ പേടി വരില്ലേ? ഹേമ ചോദിക്കുന്നു, ഞങ്ങള് കഥക് തുറന്നതും അകത്തേക്ക് കയറി വന്നതും ഒന്നും നീ അറിഞ്ഞതേ ഇല്ലേ? അറിഞ്ഞില്ല എന്ന് നിധി പറയുമ്പോൾ ഹേമ പറയണ, കൊള്ളാം. അങ്ങനെ ഹേമ നിധിയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ടു കൊടുക്കുകയാണ്. തുടർന്ന് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് രാജീവ്. നിധി വന്നില്ലേന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, ഇപ്പൊ വരും രാജീവേട്ട. അവള് വന്നാൽ ഉടനെ എന്താ ഡിവോഴ്സ് ആയെന്ന് ചോദിക്കണം. അവള് പറയുന്നൊന്നും ശരിയാകുന്നില്ല, എന്തൊക്കെയോ ചില സംശയങ്ങളുണ്ട് എനിക്ക്, ഞാൻ ചോദിക്കാമെന്ന് രാജീവ് പറയുമ്പോൾ ഹേമ പറയണ, മോളെ നിധി ദാ ഇഡ്ഡലി എടുത്ത് കഴിക്ക്. നിധി കഴിക്കാനായി തുടങ്ങുമ്പോൾ ഏട്ടത്തിന്ന് വിളിച്ച് വാതിലിന്റെ അരികിലേക്ക് വരികയാണ് നികേഷ്. സന്തോഷത്തോടുകൂടി നിധി നികേഷ് എന്ന് വിളിക്കുമ്പോൾ നികേഷ് ചോദിക്കണ, അകത്തേക്ക് വരാൻ വേട്ടത്തി? അപ്പൊ നിധി ചോദിക്കണ, എന്ത് ചോദ്യമാടാ ഇത്, വാടാ. നികേഷിനെ കണ്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് രാജീവ്. നികേഷിന്റെ അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് നിധി പറയുന്നു, വാടാ ഇരിക്കെ, നിനക്ക് സുഖമല്ലേ? അപ്പൊ നികേഷ് പറയണ, സുഖം ഏട്ടത്തി ഇല്ലാത്തതിന്റെ വിഷമമുണ്ട്, സാരമില്ല മാനേജ് ചെയ്യുന്നുണ്ട്. കറിയും എടുത്ത് അടുക്കളയിൽ നിന്ന് വരുന്ന ഹേമ നികേഷിനെ ശ്രദ്ധിക്കുകയാണ്. നികേഷ് പുഞ്ചിരിച്ച് അവർക്ക് ഹായ് പറയുമ്പോൾ ഹേമയും രാജീവും പുഞ്ചിരിച്ച് ഹായ് പറയുകയാണ്. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിയുടെ പ്രോജക്റ്റ് ഒക്കെ എന്തായി? അപ്പൊ നിധി പറയുകയാണ്, ചെയ്തോണ്ടിരിക്കുവാടാ. എന്റെ ഡിസൈനിൽ എന്തൊക്കെ ആഡ് ചെയ്യുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നല്ലോ, അതൊക്കെ ചെയ്തോണ്ടിരിക്കുക. നിന്റെ കയ്യിൽ എന്താ? അപ്പൊ നികേഷ് പറയാണ്, അയ്യോ ഇത് മറന്നുപോയി. രാവിലെ സുഭാഷേട്ടൻ ചിക്കൻ കറി ഉണ്ടാക്കി, ഏട്ടത്തിക്ക് ഇഷ്ടമുള്ള കറിയാ. പിന്നെ കുറച്ച് പലഹാരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. സുഭാഷേട്ടൻ അത് എന്റെ തന്നു വിട്ടതാ. കറി എടുത്ത് തുറന്നു നോക്കി നിധി പറയണ, സൂപ്പർ, നല്ല മണമുണ്ട്, നീ കഴിച്ചോ നികേഷേ? അപ്പൊ നികേഷ് പറയണ, ഇല്ല ഏട്ടത്തി, രാത്രി എനിക്ക് ഏട്ടത്തിയെ കാണണമെന്ന് തോന്നി. അപ്പൊ സുഭാഷ് ഏട്ടനാ പറഞ്ഞത് രാവിലെ പോയി ഏട്ടത്തിയെ കാണാൻ. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടന്റെ ചിക്കൻ കറി എനിക്ക് ഒരുപാട് മിസ് ചെയ്തു. ഇത് കേട്ട് നികേഷ് ചോദിക്കണേ, എന്താ ഏട്ടത്തി ഇത്? ഒരുപാട് വർഷങ്ങളൊന്നും ആയില്ലല്ലോ, 2 ദിവസമല്ലേ ആയുള്ളൂ അവിടെ ഇങ്ങോട്ട് വന്നിട്ട്. ഇഡലിയും ചിക്കൻ കറിയും സൂപ്പറാ, വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇല്ല ഏട്ടത്തി കഴിക്കുന്ന നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ നീ എന്റെ കൂടെ ഇരുന്ന് കഴിക്കല്ലേ? അപ്പൊ നികേഷ് പറയണേ, എന്താ ഏട്ടത്തി ഇത്? ഏട്ടത്തിക്ക് ഇത് കൊണ്ടുതരാൻ വേണ്ടി ഞാൻ കഴിക്കാതെ വന്നതാ, അപ്പൊ പിന്നെ ഞാൻ ഏട്ടത്തിയുടെ കൂടെ ഇരുന്ന് കഴിക്കാതിരിക്കുവോ? തുടർന്ന് നിധിയും നികേഷും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. നിധി തന്റെ പ്ലേറ്റിലേക്ക് ചിക്കൻ കറി വിളമ്പാനായി തുടങ്ങുമ്പോൾ ഹേമ പറയണ, നിധി ഇന്ന് ഇവിടെ എല്ലാവർക്കും വ്രതവാ. ഞാനും നിന്റെ അച്ഛനും രാവിലെ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതാ. വ്രതം എടുക്കുന്ന ദിവസം നമ്മുടെ വീട്ടിൽ നോൺ വെജ് കഴിക്കില്ല. നീ എന്താ എല്ലാം മറന്നോ? അപ്പൊ നിധി പറയണ, അമ്മ ഞങ്ങൾ ആരും വ്രതം ഒന്നും നോക്കാറില്ല, ദിവസവും കലണ്ടർ നോക്കി കഴിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള രീതികളൊന്നുമില്ല, എപ്പോ കഴിക്കണോ അപ്പൊ കഴിക്കും, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും. അല്ലടാ നികേഷ്, അതേ ഏട്ടത്തിന്ന് നികേഷ് പറയുമ്പോൾ അത് കഴിച്ചു നോക്കി നിധി പറയണ, സൂപ്പർ ആയിട്ടുണ്ട്. സന്തോഷത്തോടുകൂടി നിധിയും നികേഷും ഭക്ഷണം കഴിക്കുമ്പോൾ ദേഷ്യത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവും ഹേമയും. നികേഷ് പറയുന്നു, ഏട്ടത്തി ഇന്നലെ ഒരു കോമഡി നടന്നു. സാധാരണ പോലെ ഞാൻ ഏട്ടത്തിന്ന് വിളിച്ച് വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. അപ്പൊ അകത്തിരിക്കുന്ന അച്ഛൻ ശബ്ദം മാറ്റി എന്താടാ നികേഷ് എന്ന് ചോദിക്കുന്നു. ഏട്ടത്തി ചോദിക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു, എന്നെ പോലെയോ? അച്ഛന്റെ ഒരു കാര്യം. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിധിയും നികേഷും ഭക്ഷണം കഴിക്കുകയാണ്. നിധി ചോദിക്കുന്നു, അച്ഛാ ചിക്കൻ കറി വിളമ്പട്ടെ? അപ്പൊ രാജീവ് പറയണ, വേണ്ട മോളെ, അമ്മ പറഞ്ഞില്ലേ ഇന്ന് വ്രതമാണെന്ന്, നിങ്ങൾ കഴിക്ക്. അങ്ങനെ രാജീവ് എഴുന്നേറ്റ് പോകുമ്പോൾ നിധി ചോദിക്കുന്നു, അമ്മ കഴിക്കുന്നില്ലേ? ഞാൻ ഇന്ന് വ്രതത്തിലാണെന്ന് പറഞ്ഞ് ഹേമയും ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോവുകയാണ്. നികേഷ് ചോദിക്കണ, എങ്ങനെ കഴിക്കാതെ വ്രതമൊക്കെ ഇരിക്കുന്നത്? അപ്പൊ നിധി പറയണ, ആദ്യ ശീലമായതാ, അമ്മ ഇടയ്ക്കിടയ്ക്ക് വ്രതം നോക്കാറുണ്ട്, നീ കഴിക്ക്. കുറച്ച് അപ്പുറത്തായി നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് ഹേമയും രാജീവും. ഹേമ ചോദിക്കണ, ഡിവോഴ്സ് കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ ഇവൻ ഏട്ടത്തിന്ന് വിളിച്ചോണ്ട് സഞ്ചിയും ഫുഡും ഒക്കെ ആയിട്ട് വരുന്നേ? ഇവർക്ക് നാണമില്ലേ? ഓരോ നേരവും ഓരോ സഞ്ചിയുമായിട്ട് ഓരോരുത്തർ വരും. തുടർന്ന്
തുടർന്ന് ഹരീഷ് നിധിയുമായി ഫോണിൽ സംസാരിക്കുകയും ഹരീഷ് നിധിയെ കാണാനായി അവിടേക്ക് വരികയൊക്കെയാണ്. ഇതൊന്നും രാജീവിനും ഹേമയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് നിധിയുടെ അരികിലിരിക്കുന്ന രാജീവ് ചോദിക്കുന്നു, ഹേമ ഇന്നെന്താ കഴിക്കാൻ? അപ്പൊ ഹേമ പറയുകയാണ്, ഇന്ന് ഗീദോശയാ. ഇത് കേട്ട് രാജീവ് പറയുന്നു, 2 എണ്ണം കൂടുതൽ ഉണ്ടാക്കിക്കോ. നിധി അവിടെ ഇതൊക്കെ കഴിക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. ഇത് കേട്ട് നിധി പറയുകയാണ്, അച്ഛ അവിടെ ഭക്ഷണത്തിനൊന്നും ഒരു കുറവുമില്ല. അച്ഛൻ അവിടെ വെച്ച് കഴിച്ചിട്ടുണ്ടല്ലോ. സുഭാഷ് ഏട്ടൻ നന്നായി പാചകം ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പൊ ഹേമ പറയുകയാണ്, ആ വീടിനെ കുറിച്ച് കേട്ടാ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് ആ വീട്ടിലെ ബാത്റൂമാ. എന്ത് ബാത്റൂം ആയിരുന്നു അത്. ഷേ ഇത് കേട്ട് രാജീവ് പറയുകയാണ്, വന്നത് മുതൽ ആ വീടിന്റെ ബാത്റൂമിനെ കുറിച്ചാണല്ലോ നീ പറയുന്നേ. അപ്പൊ ഹേമ പറയാണ്, രാജീവ് ഏട്ടൻ ആ ബാത്റൂം ഒന്ന് കാണണമായിരുന്നു. മനുഷ്യരാരെങ്കിലും യൂസ് ചെയ്യുമോ അങ്ങനെ ഒരു ബാത്റൂം? അപ്പൊ നിധി പറയണ, അമ്മ അവിടെ എനിക്ക് വേണ്ടി അവരൊരു ബാത്റൂം പണിത് തന്നിട്ടുണ്ട്. അമ്മ അത് കണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാ ഇതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അപ്പൊ രാജീവ് പറയുകയാണ്, ഇവള് ബാത്റൂം കണ്ട് ഷോക്കായതുപോലെ ഞാനും ഒരു കാര്യം കണ്ട് ഷോക്കായി. രാജീവേട്ടൻ എന്താ കണ്ടേന്ന് ഹേമ ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഫോൺ മറന്നിട്ട് ഞാൻ അത് എടുക്കാനായി വീണ്ടും പോയില്ലേ. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള 5 ആണുങ്ങളും തല്ലുണ്ടാക്കുകയായിരുന്നു. ആ സുധീഷിന്റെ അച്ഛനും ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തില്. ആ വീട്ടിലാണോ നമ്മുടെ മകള് താമസിച്ചെന്നോർത്ത് ഞാൻ വല്ലാതായി പോയി. ഇത് കേട്ട് നിധി പറയുകയാണ്, അച്ഛ അവരങ്ങനെയാണ്. പക്ഷെ ഉടനെ തന്നെ എല്ലാ പ്രശ്നവും തീരും, സമാധാനമാകും. അവരടികൂടിയാലും പരസ്പരം വലിയ സ്നേഹമാണ്. ഇത് കേട്ട് ഹേമ പറയുകയാണ്, ഇവൾ ആ വീടിനെ ന്യായീകരിക്കുന്ന കേട്ടില്ലേ? അപ്പൊ നിധി പറയുകയാണ്, ആ വീടിന് 1-2 കുറവുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ ഒരുപാട് നല്ലതുമുണ്ട്. ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അവരെല്ലാവരും എന്ത് സ്നേഹമുള്ളവരാണെന്നറിയോ? എന്നെ അവർക്ക് ജീവനാ. എന്നെ എത്ര നന്നായി അവര് നോക്കിയെന്നറിയോ? ഇത് കേട്ട് രാജീവ് ചോദിക്കേണ്ട, അവരെല്ലാവരും നിന്നെ നന്നായി നോക്കുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെന്തിനാ നീ സുധീഷിനെ ഡിവോഴ്സ് ചെയ്തേ? ഇത് കേട്ടെന്ന് ബദറി നിധി പറയുകയാണ്, അച്ഛാ ഞാൻ ഫസ്റ്റ് ടൈം ഒരു പ്രോജക്റ്റ് തനിച്ച് ചെയ്യുകയാണെന്ന് പറഞ്ഞില്ലേ, ആ പ്രോജക്റ്റ് ഒന്ന് കാണുന്നു. അങ്ങനെ നിധി ലാപ്ടോപ്പിൽ ആ പ്രോജക്റ്റ് ഹേമയും രാജീവിനെയും കാണിക്കുകയാണ്. തുടർന്ന് നിധി പറയുന്നു, ഈ പ്രോജക്റ്റ് എനിക്ക് സുഭാഷ് ഏട്ടൻ വഴി കിട്ടിയതാ. സൂപ്പർ പ്രോജക്റ്റാ. ഇതാണോ നിന്റെ ജോലി എന്ന് രാജീവ് ചോദിക്കുമ്പോൾ നിധി പറയണ, മനസ്സിലായില്ല. അപ്പൊ രാജീവ് പറയണ, അല്ല നിന്റെ ജോലി ഇതാണോന്ന്? അപ്പൊ നിധി പറയണ, അതെ, വീട്, കഫേ, ഹോട്ടൽ ഏതാണെങ്കിലും ഞാൻ ഡിസൈൻ ചെയ്യും. അതാണല്ലോ ആർക്കിടെക്റ്റിന്റെ ജോലി. അപ്പൊ ഹേമ പറയണ, നിധി ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള മേസ്തിരികൾ ചെയ്യുന്ന ജോലികളാ. ഇത് കേട്ട നിധി പറയണ, അത് വേറെ ഇത് വേറെ അമ്മ. നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ വെച്ചാണ് മേസ്തിരികൾ ജോലി ചെയ്യുന്നത്. ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്നതനുസരിച്ചായിരിക്കും മേസ്തിരി വീട് പണിയുക. നാട്ടിൽ ഒരു ആർക്കിടെക്റ്റിനൊക്കെ നല്ല ഡിമാൻഡാ. അപ്പൊ രാജീവ് പറയണ, മോക്ക് ഈ ജോലിയാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ നാട്ടിലും ഒരുപാട് പേര് വീട് പണിയുന്നുണ്ടല്ലോ, അവിടെ വന്നും ഈ ജോലി ചെയ്യാലോ. അപ്പൊ നിധി പറയണ, ഈ ഐഡിയ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണല്ലോ, അന്ന് നിങ്ങളത് കേട്ടില്ല. എന്റെ കല്യാണം നടത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയല്ലായിരുന്നു, അതൊക്കെ മറന്നോ? ഇത് കേട്ട് രാജീവ് പറയാണ്, ശരി എന്തിനാ ഇനിയും പഴയ കഥയൊക്കെ പറയുന്നേ? ഇപ്പൊ നീ ഒരു വാക്ക് പറ. നാട്ടില് ആര് വീട് പണിതാലും അല്ലെങ്കിൽ കട പണിതാലും അതിനു വേണ്ടിയുള്ള ഡിസൈൻ നീ ചെയ്യുന്ന രീതിയിൽ ഞാൻ മാറ്റിയെടുക്കാം. അതുപോലെ നിനക്ക് നീ ഇപ്പൊ ജോലി ചെയ്യുന്ന ഓഫീസിനെക്കാട്ടിലും വലിയ ഓഫീസ് നിനക്ക് ഞാൻ പണിതു തരാം. എന്ത് പറയുന്നു മോളെ? അപ്പൊ ഹേമ ചോദിക്കേണ്ട, രാജീവേട്ട അതിനെന്തിനാ ഓഫീസൊക്കെ? നമ്മളൊരു വീട് പണിയണമെന്ന് വിചാരിച്ചില്ലായിരുന്നു. ആ വീട് നിധിയോട് ഡിസൈൻ ചെയ്യാൻ പറ, അത്രേ ഉള്ളൂ. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, അത് ശരിയാണല്ലോ. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. കോള് കണ്ട് രാജീവിനെ ഹേമയെന്ന് നോക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് നിധി. ഹേമ ചോദിക്കുന്നു, എന്താ നിധി സൈലന്റ് ആയിട്ടിരിക്കുന്നേ? അപ്പൊ നിധി പറയുകയാണ്, നിങ്ങളൊരു വീട് പണിയും ആ വീടിനുള്ള ഡിസൈൻ എല്ലാം ചെയ്തു തന്നിട്ട് ഞാൻ വെറുതെ ഇരിക്കണം? അപ്പൊ രാജീവ് പറയണ, ആ വീടിന്റെ മുമ്പിൽ നിധി ആർക്കിടെക്ട്സ് എന്ന് വലിയൊരു ബോർഡ് വെച്ചാൽ വീട് പണിയുന്ന എല്ലാവരും അവിടേക്ക് വരും. നീ എന്ത് പറയുന്നു? നമുക്ക് തക്കലയിലേക്ക് തന്നെ പോയാലോ? ഇത് കേട്ട് രാജീവിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ്, അച്ഛാ നാട്ടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? ഈ സമയം നിധിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് സുധീഷ്. നിധി ഫോണിലേക്ക് നോക്കുമ്പോൾ രാജീവും ഫോണിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. നിധി പറയുന്നു, ഞാൻ ഇപ്പോഴാ പ്രോജക്റ്റ് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. പ്ലീസ് എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കണം. അപ്പൊ രാജീവ് പറയണേ, അതിന് മോളെന്തിനാ പ്ലീസ് ഒക്കെ പറയുന്നത്? ചുമ്മാതെ ഒരു ഓപ്ഷൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. ആ ഡിസൈൻ ഒന്നുകൂടി കാണിച്ച്. നിധി അവരെ ഡിസൈൻ കാണിക്കുമ്പോൾ സുധീഷ് വീണ്ടും നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. രാജീവ് ഫോണിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നിധി കോള് കട്ട് ചെയ്ത് ഫോൺ തിരിച്ചു വെക്കുകയാണ്. ഇത് കണ്ട് സംശയത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ് രാജീവ്. തുടർന്ന് രാത്രി ഭാസ്കരൻ സൈക്കിളിൽ വരുമ്പോൾ ഭാസ്കര ഒന്ന് നിൽക്കെന്ന് പറഞ്ഞ് ജംഗ്ഷനിലിരിക്കുന്ന 2-3 പേർ അരികിലേക്ക് വരികയാണ്. അതിലൊരാൾ ചോദിക്കുന്നു, എന്താ ഭാസ്കര നിന്റെ മരുമകള് വീട് വിട്ടു പോയെന്ന് കേട്ടു? ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ നിങ്ങൾക്കാർക്കും വേറെ ജോലിയൊന്നുമില്ലേ? എന്റെ വീട്ടിൽ ക്യാമറ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതാണോ നിങ്ങളുടെ ജോലി? അവരിലൊരാൾ പറയുന്നു, എന്ത് ചെയ്യാനാ, നാട്ടിലൊക്കെ അത്രയ്ക്ക് ഫേമസ് ആണല്ലോ നിങ്ങളുടെ വീട്. നിങ്ങളുടെ വീടിന്റെ ശാപം സ്ട്രോങ് ആണ് കേട്ടോ. കുറച്ചുനാള് സുധീഷിന്റെ ഭാര്യ ആ വീട്ടിൽ താമസിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ വീടിന്റെ ശാപമൊക്കെ മാറിയെന്ന്. പക്ഷെ ഒടുവിൽ ആ വീടിന്റെ ശാപം തന്നെ ജയിച്ചു. മറ്റൊരാൾ പറയണ്ട, സുഭാഷിന് വരുന്ന കല്യാണാലോചനകളെല്ലാം മുടങ്ങിപ്പോകുന്നു. സുധീഷിന്റെ ഭാര്യ ദേ ഇങ്ങനെയും പോയി. ആ ശാപം സത്യം തന്നെയാ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, നിന്റെ മോള് ദിവസവും വീട്ടിലേക്ക് തന്നെ വരുന്നില്ലേ? അവളെ ഒന്ന് ശ്രദ്ധിച്ചോ? എന്നും ആ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്ന് ചിരിച്ചുകൊണ്ട് ഒരു ഓട്ടോക്കാരനോട് സംസാരിക്കുന്ന കാണാം. നീ വേണമെങ്കിൽ നോക്കിക്കോ, ഒരു ദിവസം ആ പെണ്ണ് ആ ഓട്ടോ ഡ്രൈവറുടെ ഒപ്പം ഒളിച്ചോടി പോകും. ഇത്
കേട്ട് അയാൾ ചോദിക്കുന്നു, ഭാസ്കര ആവശ്യമില്ലാതെ എന്റെ മോളെ കുറിച്ച് ഓരോന്നും പറഞ്ഞുണ്ടാക്കരുത്. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? നിന്റെ വീട്ടിലുള്ളവരെ പറ്റി പറഞ്ഞപ്പോൾ നിനക്ക് ദേഷ്യം വരും അല്ലേ? അപ്പൊ എന്റെ വീടിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ? മറ്റൊരാൾ പറയുകയാണ്, ഇയാളുടെ അഹങ്കാരം കാരണോ ആ വീട് അങ്ങനെയായി പോയത്. നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ച് ഭാസ്കരൻ അയാളുടെ ഷട്ടിൽ കുത്തി പിടിക്കുകയാണ്. അവരുമായി ഭാസ്കരൻ വഴക്കുണ്ടാക്കുമ്പോൾ ആ വഴി വരുന്ന സുധീഷ് ഇത് കണ്ട് അരികിലേക്ക് ഓടി വരികയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്താ പ്രശ്നം? അപ്പൊ ഒരാൾ പറയുകയാണ്, നിന്റെ ഭാര്യ നിന്നെ വിട്ടുപോയി, വീണ്ടും നിങ്ങളുടെ വീട് സ്ത്രീകളില്ലാത്ത വീടായി പോയല്ലോ എന്ന് പറയുകയായിരുന്നു ഞങ്ങൾ. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് വരുവാ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, ഇങ്ങനെ തന്നെ സംസാരം തുടരുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും എടുത്ത് നിങ്ങളുടെയൊക്കെ തലക്കടിച്ച് നിങ്ങളുടെ വീടിനെ ആണുങ്ങളില്ലാതാക്കും. അപ്പൊ സുധീഷ് പറയുകയാണ്, നിങ്ങളൊന്നും മിണ്ടാ നിൽക്ക്, ഞാൻ സംസാരിക്കാം. ദേ നോക്ക്, അവള് അച്ഛന്റെ അമ്മയുടെ അരികിലേക്ക് പോയിരിക്കുക, അവൾ അടുത്ത ആഴ്ച ഇങ്ങി വരും. ഇത് കേട്ട് അയാൾ പറയുകയാണ്, ഞങ്ങൾ വരില്ലെന്നാണല്ലോ കേട്ടത്. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്റെ ഭാര്യ തിരിച്ചു വന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ലേ, അതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം? അപ്പൊ അയാൾ പറയുകയാണ്, അതല്ല സുധീഷ്, നിങ്ങളുടെ വീടിന്റെ ശാപം നിങ്ങളെ ഇങ്ങനെ വിടാതെ പിന്തുടരുകയാണല്ലോ എന്ന് പറയുകയായിരുന്നു. അപ്പൊ സുധീഷ് പറയണ, നിങ്ങള് മിണ്ടാതിരുന്നിരുന്നെങ്കിൽ അച്ഛൻ നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കാൻ വരില്ലായിരുന്നല്ലോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകാൻ നോക്ക്, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ. അങ്ങനെ സുധീഷ് അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് സുധീഷ് ഭാസ്കരനോട് പറയുന്നു, അവരെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ, പറയുന്നവൻ പറയട്ടെ എന്ന് വിചാരിച്ച പോരെ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, അങ്ങനെ വിട്ടാൽ ഇവന്മാരൊക്കെ നമ്മൾ എടുത്ത് വിഴുങ്ങും. അപ്പൊ സുധീഷ് പറയണ, അത് വിട്, അവരെല്ലാം പറയുന്നത് പോലെ നമ്മുടെ വീടിന് ഒരു ശാപം ഉണ്ടോ? അപ്പൊ ഭാസ്കരൻ പറയണ, നമ്മുടെ വീട്ടിൽ നടക്കുന്നതൊക്കെ കാണുമ്പോൾ ശാപം ഉള്ളതുപോലെയാ തോന്നുന്നത്, അതുകൊണ്ടല്ലേ നിധി വീട് വിട്ടു പോയത്. അപ്പൊ സുധീഷ് പറയണ, നിങ്ങളോട് ചോദിച്ച എന്നെ പറഞ്ഞാൽ മതി, നിധി വീട് വിട്ടൊന്നും പോയതല്ല, അവൾ അടുത്ത ആഴ്ച ഇങ്ങനെ തിരിച്ചു വരും. ഇത് കേട്ട ഭാസ്കരൻ ചോദിക്കുകയാണ്, അടുത്ത ആഴ്ച നിധി വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ശരിക്കും പറഞ്ഞതാണോ? അങ്ങനെയൊന്നും അവള് വരില്ലടാ, അവിടെ അമ്മയും അച്ഛനും അവളെ വിടില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. അപ്പൊ ഭാസ്കരൻ ചോദിക്കുകയാണ്, അടുത്ത ആഴ്ച നിധി വരുമെന്ന് പകൽ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ നീ? ഇങ്ങനെ തന്നെ വീടിന്റെ വാതുക്കൽ പോയി നോക്കിയിരിക്കെ. ദേ നോക്ക്, നിധി പോയെന്നുള്ളത് സത്യം തന്നെയാ. അവൾ ഇത്രയും നാളും വീട്ടിലുണ്ടായിരുന്നല്ലോ, അവിടെ കൂടെ ജീവിക്കാൻ നിനക്ക് ഇതേ വരെ കഴിഞ്ഞില്ല, എന്നിട്ടിപ്പം നിധി അടുത്ത ആഴ്ച വരുമെന്ന്. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധിയെ കാണാനായി പലഹാരങ്ങളും ഒക്കെയായി രാജീവിന്റെ വീട്ടിലേക്ക് വരികയാണ് സുഭാഷ്. രാജീവും ഹേമയും പുഞ്ചിരിച്ച് സുഭാഷിനെ സ്വീകരിക്കുന്നു. ഹേമ സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്ന അമ്മയെന്ന് പറയുകയാണ് സുഭാഷ്. അപ്പൊ രാജീവ് പറയുന്നു, ഹേമേ സുഭാഷിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ. ശരി എന്ന് പറഞ്ഞ് ഹേമ അടുക്കളയിലേക്ക് പോകുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നിധി? അപ്പൊ രാജീവ് പറയണ, ഞാൻ അതങ്ങ് മറന്നു, അവൾ അകത്ത് ജോലി ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ രാജീവ് ഇവർക്ക് നിധി എന്ന് വിളിക്കുമ്പോൾ അവിടേക്ക് വന്ന നിധി സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി അരികിലേക്ക് ഓടി വരികയാണ്. പുഞ്ചിരിച്ച് സുഭാഷ് ചോദിക്കുന്നു, മോളെ സുഖമാണോ? അപ്പൊ നിധി പറയണ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടന് സുഖമല്ലേ? അപ്പൊ സുഭാഷ് പറയണ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു മോളെ. ഒരു മിനിറ്റ്, മോക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ മോക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ഈ പലഹാരങ്ങളെല്ലാം. അങ്ങനെ പഴവും മാങ്ങയും പലഹാരങ്ങളും ഒക്കെ സഞ്ചിയിൽ നിന്നും എടുത്തു വെക്കുകയാണ് സുഭാഷ്. സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, താങ്ക് യു സുഭാഷ് ഏട്ടാ. സുഭാഷിന് കോഫി കൊണ്ടു കൊടുക്കുന്ന ഹേമ ടേബിളിലിരിക്കുന്ന പലഹാരങ്ങളിലേക്ക് നോക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്താ അമ്മേ നോക്കുന്നത്? പഴവും മാങ്ങയൊക്കെ നമ്മുടെ പറമ്പിലെയാ, പലഹാരങ്ങളെല്ലാം ഞാൻ നിധിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പൊ രാജീവ് പറയുകയാണ്, നിധിക്ക് വേണ്ടി ഞങ്ങൾ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് തോന്നുന്നു, എല്ലാ നേരവും ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്ന് കൊടുത്തു വിടുന്നുണ്ടല്ലോ. അന്ന് സുധീഷ് പൊറോട്ടയുമായിട്ട് വന്നു, പിന്നീട് നികേഷ് ചിക്കൻ കറിയായിട്ട് വന്നു, ഇപ്പതേ ഇത്രയും ഐറ്റംസുമായി സുഭാഷും വന്നു, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ സുഭാഷ് പറയുകയാണ്, അത് സർ, ഇത്രയും നാളും ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ, എന്തെടുത്താലും ഇത് നിധിക്ക് ഇഷ്ടമാണല്ലോ, അത് നിധിക്ക് കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് തോന്നുക. അത് നിധിക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നേ. അപ്പൊ രാജീവ് പറയുകയാണ്, ഞാൻ തെറ്റായിട്ട് പറഞ്ഞതല്ല സുഭാഷേ, എന്റെ മകളോടുള്ള നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാൻ പോകാം, ഇത് നിങ്ങളുടെ വീട് പോലെ തന്നെ കണ്ടാ മതി. നിധി ഇവിടെ വന്നത് മുതൽ നിങ്ങളുടെ വീടിനെ കുറിച്ച് തന്നെയാ സംസാരിക്കുന്നത്, ഇവിടെ നിങ്ങളെ പറ്റി പറയുന്നത് പോലെ അവിടെ വെച്ച് ഞങ്ങളെ കുറിച്ചും പറയുമായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ, പിന്നെ പറയാറുണ്ടോന്നോ, എന്തെങ്കിലും ഒരു വിശേഷം വന്നാ മതി, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ അത് ചെയ്യുമായിരുന്നു ഇത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഞങ്ങളെ എല്ലാവരെയും പിടിച്ചിരുത്തി കഥ പോലെ പറയും. നിങ്ങൾ എല്ലാവരും ഇത്ര സന്തോഷത്തോടു കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പിരിഞ്ഞതോർത്ത് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ നിധിയെ മനസ്സിലാക്കണമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് അത് നടന്നു. നിധി ആഗ്രഹിച്ചതുപോലെ അച്ഛനും അമ്മയും നിധിയെ മനസ്സിലാക്കിയില്ലേ, സന്തോഷമായില്ലേ മോക്ക്? അപ്പൊ നിധി പറയണ, സന്തോഷമാണ് സുഭാഷ് ഏട്ടാ. അച്ഛാ, ഞാൻ അരുണേട്ടനെ മിസ് ചെയ്യുമ്പോഴെല്ലാം സുഭാഷ് ഏട്ടനാ എന്റെ സ്വന്തം ചേട്ടനെ പോലെ എന്റെ കൂടെ നിൽക്കുന്നത്. സുഭാഷ് ഏട്ടന്റെ കൂടെ ഞാൻ കൂടുതൽ സമയവും, പിന്നെ നികേഷിന്റെ ഒപ്പം. അപ്പൊ സുഭാഷ് പറയണ, സർ, ഞാൻ നിധിയെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ, ഞാൻ ഇറങ്ങുവാണേ. അപ്പൊ രാജീവ് പറയണ, സുഭാഷ് എങ്ങോട്ടേ പോകുന്നത്? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പറ്റൂന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കില്ലേ, കഴിപ്പിച്ചിട്ടല്ലേ വിടൂ, അതുകൊണ്ട് സുഭാഷിനെ അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല. ഹേമേ, ഭക്ഷണം എടുത്തു വെക്ക്. സർ, അതൊന്നും വേണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ രാജീവ് പറയണ, സുഭാഷ് ഒന്നും പറയണ്ട, കഴിച്ചിട്ട് പോയാൽ മതി. അയ്യോ, അത് ബുദ്ധിമുട്ടാകുമെന്ന് സുഭാഷ് പറയുമ്പോൾ ഹേമ പറയണ, ഞങ്ങൾ കഴിക്കാനായി ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് സുഭാഷ് വന്നത്, വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നിധി പറയുന്നു, വാ സുഭാഷ് ഏട്ടാ. തുടർന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. ശേഷം സുഭാഷിന്റെ ഒപ്പം ഹോളിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഭക്ഷണമൊക്കെ കൊള്ളായിരുന്നോ? അപ്പൊ സുഭാഷ് പറയണ, നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ
രാജീവ് അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, സർ ഞാൻ ഇറങ്ങട്ടെ. രാജീവ് ചോദിക്കുന്നു, സുഭാഷ് എങ്ങനെ പോകുന്നത്? അപ്പൊ സുഭാഷ് പറയണ, ഞാൻ മെയിൻ റോഡ് വരെ നടന്നു പോയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പോകും. അപ്പൊ രാജീവ് പറയണ, എന്തിനാ സുഭാഷ് നടന്നു പോകുന്നത്? ഞാൻ കൊണ്ടാക്കാം. അപ്പൊ സുഭാഷ് ചോദിക്കുന്നു, സാർ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഞാൻ തനിച്ചു വെക്കോളാം. അപ്പൊ രാജീവ് പറയുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ആ വഴിയാ പോകുന്നത്. മോളെ നിധി ഒന്ന് പറ. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടൻ രാത്രി തനിച്ചു പോകണ്ട, അച്ഛന്റെ കൂടെ പോവാലോ. ശരി മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് രാജീവിന്റെ കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടരുന്ന സുഭാഷ് പറയുന്നു, സർ വണ്ടി ഇവിടെ നിർത്തിയാ മതി, ഞാൻ ഇനി നടന്നു പൊയ്ക്കോളാം. ഇത് കേട്ട് രാജീവ് വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകാനായി തുടങ്ങുന്ന സുഭാഷിനോട് രാജീവ് പറയണ, സുഭാഷ് ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ജോലിയൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ സുഭാഷ് പറയണ, നന്നായി പോകുന്നുണ്ട് സർ. അപ്പൊ രാജീവ് ചോദിക്കുന്നു, സുഭാഷ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ? അപ്പൊ സുഭാഷ് പറയുന്നു, അയ്യോ ഞാൻ സിവിൽ എഞ്ചിനീയർ ഒന്നും അല്ല സർ, ഞാൻ സ്കൂൾ പഠനം പോലും പൂർത്തിയാക്കിയിട്ടില്ല. 12-13 വയസ്സുള്ളപ്പോൾ മേസ്തിരി പണിയിൽ സഹായിക്കാൻ പോകുമായിരുന്നു. അവിടെ ചെറിയ ചെറിയ പണികൾ ചെയ്ത് പണി പഠിച്ച് മേസ്തിരിയായി. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, മനസ്സിലായി സുഭാഷെ, ചെറുപ്രായത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു, അനിയന്മാരെ വളർത്തി പഠിപ്പിച്ചു. സുഭാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. അപ്പൊ സുഭാഷ് പറയണ, എന്റെ അനിയന്മാരും അങ്ങനെ തന്നെയാണ് സർ. അപ്പൊ രാജീവ് പറയണ, എവിടെയും സുഭാഷ് അനിയന്മാരെ കുറച്ച് കാണിക്കില്ലല്ലോ. എന്റെ മകൾക്ക് സുഭാഷിനെ വലിയ ഇഷ്ടമാണ്, സ്വന്തം ആങ്ങളെയായിട്ടാ കാണുന്നത്. അപ്പൊ സുഭാഷ് പറയണ, അതെ സർ, ഞാൻ നിധിയെ സ്വന്തം പെങ്ങളായിട്ടുമാ കാണുന്നത്. നിധി ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലാരും മറുവാക്ക് പറയില്ല. എന്തിന്, ഞങ്ങളുടെ അച്ഛനില്ലേ, അച്ഛൻ പോലും നിധിയെ എതിർത്ത് സംസാരിക്കാറില്ല. അത്രയ്ക്ക് ബഹുമാനവും സ്നേഹവുമാ ഞങ്ങൾക്ക് നിധിയോട്. ഇത് കേട്ട് രാജീവ് ചിരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എന്താ സർ? അപ്പൊ രാജീവ് പറയണ, സുഭാഷെ എനിക്കൊരു കാര്യം മനസ്സിലായില്ല, നിധിക്ക് നിങ്ങളോട് എല്ലാവരോടും വലിയ സ്നേഹമാ, നിങ്ങൾക്കും സ്നേഹമാ. സുധീഷുമായിട്ടൊരു പ്രശ്നം ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുമില്ല. പിന്നെന്തിനാ സുധീഷിനെ അവൾ ഡിവോഴ്സ് ചെയ്തത്? ഇന്ന് വരെ അതുമാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പലതവണ ചോദിച്ചു, പക്ഷെ അവള് പറയുന്നില്ല. അവര് തമ്മിൽ അങ്ങനെ എന്ത് പ്രശ്നമാണുള്ളത്? എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് സുഭാഷ് ചിന്തിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ സുഭാഷ് പറയണ, അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കില്ല സർ, സാറിന്റെ മകളെ കുറിച്ചല്ലേ ചോദിക്കുന്നത്, അതിനുള്ള അവകാശം സാറിനുണ്ട്. അപ്പൊ രാജീവ് പറയണ, അവരുടെ ഇടയിൽ എന്താ പ്രശ്നമെന്ന് മനസ്സിലാക്കിയാലല്ലേ അവരോട് സംസാരിച്ച് നമുക്ക് അവരെ ഒന്നിപ്പിക്കാൻ പറ്റൂ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ഒന്ന് ആലോചിച്ച് സുഭാഷ് പറയുന്നു, അതൊരു വലിയ കഥയാണ് സർ. രാജീവ് ചോദിക്കുന്നു, എന്താ സുഭാഷെ, എന്താ നടന്നത്? അപ്പൊ സുഭാഷ് പറയണ, നിധി സാറിന്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരുന്നു. കോർട്ടില് 6 മാസം സമയം കൊടുത്തു. ആ 6 മാസത്തില് മനസ്സ് മാറി ഡിവോഴ്സ് വേണ്ടെന്ന് തീരുമാനിച്ച സമയത്ത് പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടന്നു സർ. ഇത് കേട്ട് രാജീവ് പറയണ, സുഭാഷെ എനിക്ക് മനസ്സിലായില്ല, സുധീഷിനെ ഇഷ്ടപ്പെട്ടല്ലേ എന്റെ മകള് കല്യാണം കഴിച്ചത്, പിന്നെ എന്തിനാ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്? എന്റെ മകളാണോ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത്? ഞാൻ വളർത്തിയ രീതി ശരിയല്ലായിരുന്നെന്ന് തോന്നുന്നു, എന്റെ വളർത്തു ദോഷമാ. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അയ്യോ സാർ നിധിയെ തെറ്റിദ്ധരിക്കരുത്, നിധിക്ക് കാരണം ഉണ്ടായിരുന്നു ഡിവോഴ്സ് അപ്ലൈ ചെയ്യാൻ, നിധിയുടെ ഭാഗത്ത് തെറ്റില്ല. ഈ കാര്യം പലതവണ നിധി തന്നെ സാറിനോട് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ സാറ് നിധിയെ തെറ്റിദ്ധരിക്കരുത്, അതുകൊണ്ട് പറയുക. സുധീഷ് സാറിന്റെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് വന്നില്ലേ, അവിടെ വെച്ച് അവര് രണ്ടുപേരും കൂടി പ്രണയത്തിലായി, അതുകൊണ്ടാണ് നിധി സുധീഷിന്റെ ഒപ്പം തിരുവനന്തപുരത്തേക്ക് വന്നതെന്നല്ലേ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? അപ്പൊ രാജീവ് പറയുകയാണ്, അതെ സുഭാഷ്, അതല്ലേ സത്യം. അപ്പൊ സുഭാഷ് പറയുകയാണ്, പക്ഷെ അങ്ങനെ നടന്നിട്ടില്ല സർ. നടന്നത് എന്താണെന്ന് അറിഞ്ഞാൽ നിധിയെ സാറ് തെറ്റിദ്ധരിക്കില്ല. സാറ് നിധിക്കൊരു കല്യാണം തീരുമാനിച്ചില്ലേ, അയാളെ നിധിക്ക് ഇഷ്ടമല്ലായിരുന്നു. സുധീഷിനോട് ആ കല്യാണം നടക്കാതിരിക്കാനായി സഹായം ചോദിച്ചു. സുധീഷ് നിധിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവിടാമെന്ന് വാക്ക് കൊടുത്തു. തിരുവനന്തപുരത്തേക്ക് വന്നാൽ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് ഇവിടെ ജീവിക്കാം, പിന്നെ അച്ഛനെയും അമ്മയും പറഞ്ഞു മനസ്സിലാക്കി പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാമെന്നാണ് നിധി വിചാരിച്ചിരുന്നത്. നിധിയെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് സുധീഷ് ചെയ്തത്, അല്ലാതെ അവര് തമ്മിൽ പ്രണയമൊന്നും അല്ലായിരുന്നു സർ. ഇത് കിട്ടി ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് രാജീവ്. അപ്പൊ സുഭാഷ് പറയുന്നു, സാറാ അവര് പ്രണയിച്ച് ഒളിച്ചോടിയതാണെന്ന് വിചാരിച്ച് അവരുടെ പിന്നാലെ വന്നത്. അവര് ഭയന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, പിന്നീട് എന്തൊക്കെയോ നടന്നവിടെ. ആ സാഹചര്യത്തിൽ അവർക്ക് കല്യാണം കഴിക്കേണ്ടതായി വന്നു. ഇത് കല്യാണം വരെ പോകുമെന്ന് നിധിക്ക് പോലും അറിയില്ലായിരുന്നു. നടന്ന ഈ കല്യാണം ഒരു കല്യാണമായിട്ട് നിധി കണ്ടിട്ടില്ല. ആ നിമിഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കിട്ടിയെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ രാജീവ് ചോദിക്കുന്നു, സുഭാഷ് എന്താ ഈ പറയുന്നേ? അപ്പൊ നിധിയും സുധീഷും തമ്മിൽ ഇഷ്ടത്തിലല്ലായിരുന്നോ? അപ്പൊ സുഭാഷ് പറയാണ്, നിധിക്ക് സുധീഷിനോട് പ്രണയമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ ഉടനെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്. രാജീവ് പറയുന്നു, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സുഭാഷ്. അപ്പൊ സുഭാഷ് പറയണ, ഈ കാര്യം പറയാൻ നിധി പലതവണ ട്രൈ ചെയ്തു, പക്ഷെ നിധിക്കത് പറയാൻ കഴിഞ്ഞില്ല. ഡിവോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് 6 മാസത്തെ സമയം കോടതി കൊടുത്തില്ലേ, അപ്പോഴാ നിധിയും സുധീഷും പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഈ സുധീഷ് ഉണ്ടല്ലോ, അവന്റെ ഭാഗത്താ തെറ്റ്. അവൻ ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്, അവന്റെ വായ അവന്റെ വിന. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ അവര് ലവേഴ്സ് ആണെന്നാ വിചാരിച്ചത്. അത് മനസ്സിലാക്കിയ സുധീഷ് അവരോട് ലവേഴ്സ് ആണെന്ന് പറഞ്ഞു. നിധിക്കത് സുധീഷിനോട് പ്രത്യേകിച്ച് അടുപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ സുധീഷിന് നിധിയെ ഇഷ്ടമായിരുന്നു. പോലീസുകാര് ദേഷ്യത്തിൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഭയന്ന് അതേന്ന്
പറഞ്ഞു. ശരി, എങ്കിൽ കല്യാണം കഴിക്കാൻ അവര് പറഞ്ഞപ്പോൾ സുധീഷും കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ നിധിയോട് അതാണ്ട് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയെന്താ അവൻ കള്ളം പറഞ്ഞു. അതുകൊണ്ടാണ് അവരുടെ കല്യാണം നടന്നത്. ഡിവോഴ്സ് വേണ്ടാന്ന് തീരുമാനിച്ച് നിധിയും സുധീഷും കോടതിയിലെത്തിയപ്പോൾ അവിടെയുള്ള ഒരു പോലീസുകാരനിൽ നിന്നും സത്യങ്ങൾ അറിഞ്ഞു നിധി. അതുകൊണ്ടാണ് അന്ന് ഡിവോഴ്സ് നടന്നത്. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലവേഴ്സ് അല്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ കല്യാണം കഴിക്കാതെ അവിടുന്ന് രക്ഷപ്പെടാമായിരുന്നു എന്ന് നിധി ചിന്തിച്ചു. സുധീഷിനോട് ദേഷ്യവും തോന്നി. ആ ദേഷ്യത്തിലാ നിധി കോടതിയിൽ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ കാലത്തിന്റെ പോക്കില് അവര് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചു. സുധീഷ് അന്ന് പറഞ്ഞ കള്ളം അവന് തന്നെ വിനയായി. പക്ഷെ ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട് സർ. ഉറപ്പായിട്ടും അവര് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കും. സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് രാജീവ് പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് സുഭാഷ്. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അപ്പോ സുധീഷും നിധിയും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലേ? ഇല്ല സാറിന് സുഭാഷ് പറയുമ്പോൾ രാജീവ് പറയണ്. ശരി സുഭാഷ്, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലോ. എന്റെ മകളെ കുറിച്ച് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ സുഭാഷിന്റെ മുന്നിൽ കൈകൂപ്പുകയാണ് രാജീവ്. കയ്യിൽ പിടിച്ച് സുഭാഷ് ചോദിക്കുന്നു. അയ്യോ സാർ, എന്നോട് എന്തിനാ നന്ദിയൊക്കെ പറയുന്നത്? എന്താണെങ്കിലും സാർ ഇത് അറിയേണ്ട സത്യം തന്നെയാണ്. ഇത് കേട്ട് മൂളി സന്തോഷത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് രാജീവ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്